ഗുഡ് മോർണിംഗ് ഓൾ. EM ലാബിൻ്റെ തേർഡ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പവർ മെഷർമെൻറ്റ് യൂസിങ് 3 ammeter മെത്തേഡാണ്. നമ്മളിവിടെ ഒരു RL ലോഡിൽ കൺസ്യൂം ചെയ്യുന്ന പവർ 3 ammeter വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് പവർ മെഷർമെൻറ്റ് യൂസിങ് 3 ammeter മെത്തേഡ്. നമുക്ക് എല്ലാ എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് പോലെ തന്നെ ആദ്യം ഒരു സിംഗിൾ ഫേസ് സപ്ലൈ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്, പിന്നെ സപ്ലൈക്ക് അക്രോസ്, അതായത് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്കൊരു വോൾട്ട് മീറ്റർ ഉണ്ട്, ആ സപ്ലൈ വോൾട്ടേജ് അളക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ 3 ammeter നമുക്കുണ്ട്. 3 AC അമ്മീറ്ററാണ്, MI ടൈപ്പ് അമ്മീറ്ററാണ്. 0 to 5 ആംപിയർ റേഞ്ചിലുള്ള ഒരു അമ്മീറ്ററും, അത് I1 മെഷർ ചെയ്യാനാണ്. I2 മെഷർ ചെയ്യാൻ 0 to 2 ആംപിയർ ഉള്ള ഒരു അമ്മീറ്ററും, അതേപോലെ തന്നെ I3 മെഷർ ചെയ്യാൻ 0 to 2 ആംപിയർ ഉള്ള വേറൊരു MI അമ്മീറ്ററും ഉണ്ട്. നമ്മളിവിടെ പവർ മെഷർ ചെയ്യുന്നത് ഒരു RL ലോഡിന് അക്രോസ് ഉള്ള പവറാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, 45 ohm ഉള്ള റെസിസ്റ്റൻസ്, അതായത് ഒരു റിയോസ്റ്റാറ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ HV വൈൻഡിങ്ങും നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. LV ഓപ്പൺ ആണ്, HV വൈൻഡിങ് മാത്രം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള RL ലോഡ് എന്ന് പറയുന്നത്, ഈ ട്രാൻസ്ഫോമറും അതേപോലെ തന്നെ ഈ റിയോസ്റ്റാറ്റും. അപ്പോൾ ഇതിൻ്റെ പവർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്ന റീഡിങ് ഈ സപ്ലൈ വോൾട്ടേജ്, അതേപോലെ തന്നെ I1, I2, I3. ഈ I2 അതായത് I2 അമ്മീറ്ററിന് സീരീസ് ആയിട്ട് നമ്മൾ ഒരു 300 ohm ഉള്ള ഒരു റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു നോൺ ഇൻഡക്റ്റീവ് റിയോസ്റ്റാറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇൻഡക്റ്റൻസ് 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഈ 300 ohm ഉള്ള റിയോസ്റ്റാറ്റിൽ ഇൻഡക്റ്റൻസ് ഇല്ല എന്ന് കൺസ്യൂം ചെയ്യാണ്, പക്ഷെ പ്രാക്ടിക്കലി ഒരു ചെറിയ ഇൻഡക്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് 3 റീഡിങ് ഇവിടെ കിട്ടും. ഒന്ന് എന്ന് പറയുന്നത് 3 അമ്മീറ്ററിൻ്റെ റീഡിങ്ങും, അതിന് നമ്മൾ I1, I2, I3 എന്ന് കൊടുക്കും. അതേപോലെ തന്നെ വോൾട്ട് മീറ്റർ റീഡിങ്ങും. ഇനി നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. നമുക്കറിയാം 3 കറണ്ടാണ് നമുക്ക് കിട്ടുന്നത്, I1, I2, അതേപോലെ I3. നമുക്ക് ഇതിൻ്റെ ഒരു വെക്റ്റർ ഡയഗ്രാം വരയ്ക്കാം. അതായത് നമ്മൾ V എന്ന് പറയുന്ന സപ്ലൈ വോൾട്ടേജ് എന്ത് ചെയ്തു, റെഫറൻസ് ഫേസർ ആയിട്ട് എടുത്തു. V എന്ന് പറയുന്നത് നമ്മളുടെ സപ്ലൈ വോൾട്ടേജ് റെഫറൻസ് ഫേസർ ആയിട്ട് എടുത്തു. പിന്നെ നമ്മൾ എന്താണ് I2, നമുക്കറിയാം ഇവിടെ നമുക്കൊരു RL ലോഡ് ഉണ്ട്. അതിൻ്റെ നമുക്ക് RL ലോഡ് ആകുമ്പോൾ ഇൻഡക്ടർ ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു ഫേസ് ആംഗിൾ ഉണ്ടാവും. ആ ഫേസ് ആംഗിൾ നമുക്ക് 5 എന്ന് കൊടുക്കാം. അതായത് I3 എന്ന് പറയുന്ന കറണ്ട് 5 ആംഗിളിൽ ലാഗ്, RL ലോഡ് ആയതുകൊണ്ട് ലാഗ് ചെയ്യും. I3 എന്ന് പറയുന്ന ഈ RL ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 5 എന്ന് പറഞ്ഞ ആംഗിളിൽ ലാഗിങ് ആയിരിക്കും. ഏതിനായിട്ട്? നമ്മുടെ സപ്ലൈ വോൾട്ടേജിനായിട്ട്. ഇനി I2 എന്ന് പറയുന്ന കറണ്ട് നോക്കാം. I2 എന്ന് പറയുന്ന കറണ്ട് ഏതിലൂടെയാണ് പോകുന്നത്? ഒരു റെസിസ്റ്ററിലൂടെയാണ് പോകുന്നത്. ആ റെസിസ്റ്ററിൽ ഇൻഡക്റ്റൻസ് 0 ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 0 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ആ V എന്ന് പറഞ്ഞ വോൾട്ടേജിന്റെ അതേ ഫേസിൽ തന്നെയായിരിക്കും I2. അപ്പോൾ നമുക്ക് I2 നമുക്ക് V എന്ന് പറഞ്ഞ അതേ ഫേസിൽ തന്നെ കൊടുക്കാം. പക്ഷെ മാഗ്നിറ്റ്യൂഡ് സെയിം, Vയുടെ അതേ മാഗ്നിറ്റ്യൂഡ് തന്നെ ആവണമെന്നില്ല, പക്ഷെ ഫേസ് സെയിം ആയിരിക്കും, ഇൻ ഫേസ് ആയിരിക്കും. അപ്പോൾ I2 നമ്മൾ അടയാളപ്പെടുത്തി. I3 എന്ന് പറയുന്നത് നമുക്കറിയില്ല, ഒരു 5 എന്ന് പറഞ്ഞ ആംഗിളിൽ അതെന്തായിരിക്കും, ലാഗിങ്. ഇതാണ് I3 എന്ന് പറയുന്നത്. I3 എന്ന് പറയുന്നത് 5 എന്ന് പറഞ്ഞ ആംഗിളിൽ ലാഗിങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 ക്വാണ്ടിറ്റി കിട്ടി. ഒന്ന് Vക്ക് ഇൻഫേസ് ആയിട്ടും I2 എന്ന് പറയുന്നത്, I3 എന്ന് പറയുന്നത് Vനായിട്ടും 5 ആംഗിൾ ലാഗിങ്ങിലുള്ള ഒരു 2 വെക്ടർ ക്വാണ്ടിറ്റീസ് കിട്ടി. നമുക്കറിയാം നമ്മൾ ഇങ്ങനെ 2 വെക്ടർ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ചിട്ട് റിസൾട്ടന്റ് വെക്ടർ കാണാം. റിസൾട്ടന്റ് വെക്ടർ ആണ് എന്ത്? I1 അല്ലേ? നമുക്ക് ജസ്റ്റ് ഈ ജംഗ്ഷനിൽ KCL അപ്ലൈ ചെയ്താലും നമുക്ക് പറയാൻ പറ്റും I1 എന്ന് പറയുന്നത്, വെക്ടർ I1 എന്ന് പറയുന്നത് I2, വെക്ടർ I2 പ്ലസ് I3 അല്ലേ? ജസ്റ്റ് KCL അപ്ലൈ ചെയ്താൽ മതി. ഇതാണ് ഇതിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ. ഇത് ഇങ്ങോട്ട് പോകുന്ന ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഇത് ഇങ്ങോട്ട് പോകുന്ന ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അപ്പൊ നമുക്ക് I1, I2, I3 കിട്ടി.
I1 എന്ന് പറയുന്നത് I2ന്റെ I3ന്റെ വെക്ടർ സം ആണ്. അത് നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. I3 എന്ന് പറയുന്നത് ഫൈ എന്ന് പറഞ്ഞ ആംഗിളിൽ ലാഗിങ് ആണ് വിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അത് RL ആയത് കാരണമാണ്. I2 എന്ന് പറയുന്നത് വിന് ഇൻഫേസ് ആണ്. അത് എന്തുകൊണ്ടാണ്? റെസിസ്റ്റീവ് ലോഡ് ആയ കാരണമാണ്. നമ്മൾ I2ന് അതായത് I2 എന്ന് പറഞ്ഞ അമ്മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു പ്യുവർ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ വെക്ടർ ഡയഗ്രാം വരച്ചു. പാരലോഗ്രാം ലോയിൽ രണ്ട് വെക്ടർ ഉണ്ടെങ്കിൽ നമുക്കറിയാം എയും ബി ആണ് വെക്ടർ എന്ന് കരുതുക. ഫൈ ആണ് അവ തമ്മിലുള്ള ആംഗിൾ വെച്ചെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ആർ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് ഫൈ ആയിരിക്കും. ഇത് നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്തിട്ട് റിസൾട്ടന്റും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് എക്കും ബിക്കും വാല്യൂ കൊടുക്കുക. എ എന്ന് പറയുന്നത് I2, ബി എന്ന് പറയുന്നത് I3, ആർ എന്ന് പറയുന്നത് I. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? I1 സ്ക്വയർ ഇസ് ഈക്വൽ ടു I2 സ്ക്വയർ I3 സ്ക്വയർ പ്ലസ് 2I1 I2 കോസ് ഫൈ കൂടെ. അപ്പൊ നമുക്ക് നമ്മളുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പവറാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഈ സർക്യൂട്ടിൽ നോക്കിയാൽ നമുക്കറിയാം ഇവിടെ ഇതൊരു പാരലാണ്. R2 അതേപോലെ ഈ 300 ഓമുള്ള റെസിസ്റ്റൻസും നമ്മളുടെ RL ലോഡും പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് V ആയിരിക്കും അല്ലെ? ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് V ആയിരിക്കും. അത് ഈ RL ലോഡിനും ഈ 300 ഓമുള്ള റെസിസ്റ്റൻസും അക്രോസ് ഉള്ള വോൾട്ടേജ് പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് സെയിം ആയിരിക്കും. അത് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ആയ നമ്മൾ എത്ര സപ്ലൈ വോൾട്ടേജിലാണോ റീഡിങ് എടുക്കുന്നത് ആ വോൾട്ടേജ് ആയിരിക്കും ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. അപ്പൊ നമുക്ക് I2ന് എന്ത് എഴുതാം? V2 ബൈ അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ് V ബൈ ഈ 300, അതായത് നമുക്ക് ഇതിന് R2 എന്ന് പറയാം. ഈ റെസിസ്റ്ററിനെ നമുക്ക് R2 എന്ന് പറയാം. V ബൈ R2 എന്ന് എഴുതി കൂടെ. നമ്മൾ ജസ്റ്റ് ഓംസ് ലോ ആണ്. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V ആണ്. ഇത് R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് V ബൈ R2. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷനിൽ I2ന് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? I1 സ്ക്വയർ ഈക്വൽ ടു I2ന് ഈ I2 അതേപോലെ നിന്നോട്ടെ. നമുക്ക് പവറാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പവർ എന്ന് പറഞ്ഞാൽ RL ലോഡ് കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ V ഇൻറ്റു I3. ഇത് I3 കേട്ടോ. V ഇൻറ്റു I3 കോസ് ഫൈ ആണ് പവർ. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിൽ പവറിന്റെ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ I2ന് എന്ത് കൊടുത്ത്? V ബൈ R2 എന്ന് കൊടുത്ത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? I3 അതേപോലെ തന്നെ എഴുതാം. I2ന് നമുക്ക് V ബൈ R3 എന്ന് എഴുതാം കോസ് ഫൈ. ഇനി ഇതിൽ നോക്കാം, നമ്മൾ പവർ എന്താ? RL ലോഡ് കൺസ്യൂം ചെയ്ത പവർ നമ്മൾ പറഞ്ഞിരുന്നു അത് VA കോസ് ഫൈ ആണ് അല്ലേ? അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് പിന്നെ RL ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അവ തമ്മിലുള്ള ആംഗിൾ, ഈ മൂന്നാണ് RL ലോഡ് കൺസ്യൂം ചെയ്യുന്ന ആക്റ്റീവ് പവർ. അപ്പൊ ഇതിന് നമുക്ക് P എന്ന് എഴുതി കൂടാ. അപ്പൊ നമുക്ക് വീണ്ടും ഇക്വേഷനെ മാറ്റി എഴുതാം. I1 സ്ക്വയർ ഇസ് ഈക്വൽ ടു I2 സ്ക്വയർ പ്ലസ് I3 സ്ക്വയർ പ്ലസ് 2P ബൈ R2 ഇങ്ങനെ എഴുതി കൂടെ. R2 എന്ന് എഴുതാം. ഇതിന് നമുക്ക് Pനെ മാത്രം ഇവിടെ നിർത്താം, ബാക്കിയുള്ളതിനൊക്കെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് P എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? P ഇസ് ഈക്വൽ ടു R2 ബൈ 2 I1 സ്ക്വയർ മൈനസ് I2 സ്ക്വയർ മൈനസ് I3 സ്ക്വയർ ചെയ്താൽ നമുക്ക് പവർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ പവർ കണ്ടുപിടിക്കുന്നത്. നമുക്ക് I1 ഫസ്റ്റത്തെ അമ്മീറ്ററിൽ നിന്ന് കിട്ടും, അതേപോലെ I2 സെക്കൻഡ് അമ്മീറ്ററിൽ നിന്ന് കിട്ടും, I3 എന്ന് പറയുന്നത് തേർഡ് അമ്മീറ്ററിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് അങ്ങനെ RL ലോഡ് കൺസ്യൂം ചെയ്ത പവർ കണ്ടുപിടിക്കാൻ പറ്റും. R2 എന്ന് പറയുന്നത് 300 ഓം ആണ്. അത് നമുക്ക് സർക്യൂട്ടിൽ നിന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പവർ അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി പവർ ഫാക്ടർ കാണണം. പവർ ഫാക്ടർ ഒന്നുമില്ലെങ്കിൽ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനിൽ ബാക്കിയുള്ള എല്ലാ ക്വാണ്ടിറ്റീസിനെയും ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ് ഫൈ ഇസ് ഈക്വൽ ടു I1 സ്ക്വയർ
മൈനസ് I2 സ്ക്വയർ മൈനസ് I3 സ്ക്വയർ വോൾ ഡിവൈഡഡ് ബൈ 2I2 I3. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പവർ ഫാക്ടർ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പി കണ്ടുപിടിച്ചില്ല, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VI3 ബൈ കോസ് വൈ ആണ്, VI3 ഇൻറ്റു കോസ് വൈ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കോസ് വൈ കാണാം. കോസ് വൈ എന്താണ്? പി ബൈ VI3. ഏത് രീതിയിലും വേണമെങ്കിലും നമുക്ക് പവർ ഫാക്ടർ കാണാം. ഇത്രയാണ് ഈ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നോക്കുക. പാരലൽ മെഷർമെന്റ് ലാബിന്റെ അടുത്ത എക്സ്പെരിമെന്റ് 3 അമ്മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് പവർ മെഷർ ചെയ്യാം. മെഷർമെന്റ് ഓഫ് പവർ ബൈ 3 അമ്മീറ്റർ മെത്തേഡ്. അതിൽ നമുക്ക് സർക്യൂട്ടിൽ പരിശോധിച്ചാൽ കാണാൻ പറ്റും. നമ്മൾ ചെയ്യുന്നത് ഒരു RL ലോഡ്, ഒരു റെസിസ്റ്ററും ഇൻഡക്ടറും കൂടെ സീരീസായി കണക്ട് ചെയ്ത ഒരു RL ലോഡ് കൺസ്യൂം ചെയ്ത പവർ 3 അമ്മീറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സർക്യൂട്ട് കാണിച്ചതുപോലെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് കണക്ഷൻ വിശദമാക്കി തരാം. അപ്പോൾ അതിൽ RL ലോഡ് എന്ന് ഉദ്ദേശിച്ചത് ഒരു റെസിസ്റ്ററും ഒരു ഇൻഡക്ടറും സീരീസായി കണക്ട് ചെയ്യുമ്പോഴാണ്. നമ്മൾ റെസിസ്റ്ററായിട്ട് ഉപയോഗിച്ചത് ഒരു 45 ഓം 5 ആംപിയർ റിയോസ്റ്റാറ്റ് ആണ്. ഇൻഡക്ടറായിട്ട് ഉപയോഗിച്ചത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ HV വൈൻഡിങ് ആണ്. അപ്പോൾ അവ രണ്ടും സീരീസായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു RL ലോഡായിട്ട് പരിഗണിക്കാം. പിന്നെ ഈ സർക്യൂട്ടിൽ ഒരു നിബന്ധന ഉള്ളത്, ഇവിടെ ഒരു നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്ററുമാണ്, അഥവാ ഒരു തരി പോലും ഇൻഡക്റ്റൻസ് ഇല്ലാത്ത ഒരു റെസിസ്റ്റൻസ് വേണം, ഒരു റെസിസ്റ്റർ വേണം. അതിനുപയോഗിച്ച് നമ്മളൊരു റിയോസ്റ്റാറ്റ് തന്നെയാണ്. ഇത് നമ്മൾ അസ്യൂം ചെയ്യാണ് ഒരു നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് 3 അമ്മീറ്ററാണ്. I1 എന്ന പേരുള്ള ലൈൻ കറന്റ് മെഷർ ചെയ്യാനുള്ള 0 to 5 ആംപിയറിൻ്റെ MI അമ്മീറ്ററും R2 പോണ കറണ്ട്, അഥവാ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്ററിൽ കൂടെ പോണ കറണ്ട് R2 I2 മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 0 to 1 ആംപിയറിൻ്റെ അമ്മീറ്ററും RL ലോഡിന് സീരീസായി കണക്ട് ചെയ്തുകൊണ്ട് RLലൂടെ പോകുന്ന കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് I3 എന്നുള്ള 0 to 1 ആംപിയറിൻ്റെ മറ്റൊരു അമ്മീറ്ററും, അങ്ങനെയുള്ള 3 അമ്മീറ്ററും സപ്ലൈ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു 0 to 300 വോൾട്ടേജ് വോൾട്ട് മീറ്റർ. പിന്നെ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടത്, കാൽക്കുലേഷന് വേണ്ടത്, നമ്മൾ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ട് പരിഗണിച്ച ഈ റിയോസ്റ്റാറ്റിൻ്റെ റെസിസ്റ്റൻസും നമ്മൾ ഉപയോഗിച്ചത് 300 ഓം 2 ആംപിയർ റിയോസ്റ്റാറ്റ് ആണ്. നമുക്കൊരു R2 ആയിട്ട് പരിഗണിക്കേണ്ടത് 300 ഓം ആണ്. ഇനി നമ്മൾ ചെയ്തു വെച്ച കണക്ഷനിലേക്ക് നമുക്ക് സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യാം. പ്രൊസീജിയർ പ്രകാരം സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യാൻ പോകുമ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമർ മിനിമത്തിലാണെന്ന് ഉറപ്പുവരുത്തുക. സപ്ലൈ ഓൺ ചെയ്യുക. നമ്മൾ DP സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മൾ 230 വോൾട്ടേജ് ആക്കി മാറ്റുക. അതിന് നമ്മൾ സപ്ലൈ വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള വോൾട്ട് മീറ്റർ നോട്ട് ചെയ്തുകൊണ്ട് ഓട്ടോ ട്രാൻസ്ഫോമർ വേരി ചെയ്തുകൊണ്ട് വരിക. ശ്രദ്ധിക്കുക, 230 വോൾട്ടേജിൽ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റോപ്പ് ചെയ്യാം. ഇനി എല്ലാവരും ടാബർ കോളം ഫില്ല് ചെയ്യുക. V230, ഇതാണ് I1 1.3 ആംപിയർ ആണ് I1 റീഡ് ചെയ്തത്. ഇതാണ് I2 0.66 ആംപിയർ 0.66 ആംപിയർ ആണ് I2 മെഷർ ചെയ്തത്. ഇതാണ് I3 മെഷർ ചെയ്തത് 0.94. I3 മെഷർ ചെയ്തത് 0.94. ഇപ്പോൾ നമുക്ക് വോൾട്ട്മീറ്റർ റീഡിങ് കിട്ടി, 3 അമ്മീറ്റർ റീഡിങ്ങുകളും കിട്ടി. R2ൻ്റെ വാല്യൂ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്, 300 ഓം ആണ്. ഇത്രയും റീഡിങ് ഉപയോഗിച്ചുകൊണ്ട് 3 അമ്മീറ്റർ റീഡിങ്ങും R2 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ സർക്യൂട്ട് കൺസ്യൂം ചെയ്ത പവറും കാണാം, ഈ ലോഡിൻ്റെ പവർ ഫാക്ടറും കാണാം. റീഡിംഗ് എടുത്ത ശേഷം ഓട്ടോ ട്രാൻസ്ഫോമർ മിനിമത്തിലേക്ക് കൊണ്ടുവരുന്നു. DP സ്വിച്ച് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ സപ്ലൈ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ഇനി എല്ലാവരും നമ്മൾ ടാബുലേറ്റ് ചെയ്ത റീഡിംഗ് ഉപയോഗിച്ച് ഈ ലോഡ് കൺസ്യൂം ചെയ്ത പവറും പവർ ഫാക്ടറും ഫേസ് ആംഗിളും കണ്ടുപിടിക്കുക. നമ്മൾ തിയറിയിൽ മനസ്സിലാക്കിയ
ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്